അഭിമാനിയും കോപിഷ്ഠനും പരാക്രമിയുമായിരുന്ന കിംപുരുഷന്മാരിലെ ശ്രേഷ്ഠനായ ദ്രുമൻ്റെ പ്രിയ ശിഷ്യനും മഹാലക്ഷ്മി ദേവിയുടെ അവതാരമായ ശ്രീ രുക്മിണീ ദേവിയുടെ പ്രഥമ സഹോദരനുമായ ഒരുവൻ്റെ നാമം രുക്മി. വിദർഭ നടേശനായ ഭീഷ്മകന് രുക്മരഥൻ, രുക്മബാഹു, രുക്മകേശൻ, രുക്മനേത്രൻ എന്നീ പുത്രന്മാരും രുക്മിണി എന്നൊരു പുത്രിയും പിറവികൊണ്ടു. അദ്ദേഹത്തിൻ്റെ സന്തതികളിലെ ഏറ്റവും മൂത്ത സന്തതിയാകുന്നു രുക്മി. രുക്മിയുടെ മാതാവാകുന്നു സുഭദ്രാദേവി. വളരെ അഭിമാനിയായിരുന്ന രുക്മിയുടെ പ്രവൃത്തിയിൽ മാതാപിതാക്കളായ സുഭദ്രയും ഭീഷ്മകനും സദാ അഭിമാനിച്ചിരുന്നു. സത്യസന്ധനും അഭിമാനിയും പരാക്രമിയും എല്ലാമായിരുന്ന രുക്മി ശ്രേഷ്ഠനായിരുന്നു. ആ കാര്യം സകല രാജ്യങ്ങളിലുമുള്ളവർക്ക് അറിവുള്ളതായിരുന്നു. രുക്മികുമാരനും മറ്റു കുമാരന്മാരും വിദ്യാഭ്യാസമെല്ലാം പൂർത്തിയാക്കി. എന്നാൽ ആയോധന വിദ്യകളിൽ, പ്രത്യേകിച്ച് അസ്ത്രശസ്ത്ര വിദ്യകളിൽ കുറച്ചുകൂടി പ്രാവീണ്യം നേടുന്നതിനായി രുക്മി ഗന്ധമാന പർവ്വതത്തിന് സമീപത്തേക്ക് പുറപ്പെട്ടു. അങ്ങനെ കിൻപുരുഷന്മാർ എന്നൊരു വിഭാഗം അവരുടെ ആവാസ കേന്ദ്രമായിരുന്ന പ്രദേശത്തേക്ക് ആഗതനായി. അവിടെ കിംപുരുഷ പ്രവീരനാകുന്ന അസ്ത്രവിദ്യകളിൽ ശ്രേഷ്ഠനായിരുന്ന ദ്രുമൻ എന്നൊരു മഹാപുരുഷന്റെ ശിഷ്യനായി തീർന്നു രുക്മി. അദ്ദേഹത്തിൻ്റെ കീഴിൽ വിദ്യകൾ അഭ്യസിച്ചുകൊണ്ട് അസ്ത്രവിദ്യയിൽ നിപുണനായി തീർന്നു രുക്മി. അങ്ങനെയുള്ള രുക്മിയുടെ കഴിവിൽ അഭിമാനപുളകിതനായി ദ്രുമൻ എന്ന മഹാഗുരു തൻ്റെ പ്രിയ ശിഷ്യന് ഒരു ദിവ്യധനുസ്സും പടച്ചട്ടയും നൽകി. ആ ശ്രേഷ്ഠമായ വില്ലാകുന്നു വിജയധനുസ്. മഹാരഥി കർണൻ്റെ ധനുസിൻ്റെ നാമവും വിജയം എന്നാകുന്നു. എന്നാൽ ഇവ രണ്ടും രണ്ട് വ്യത്യസ്ത ധനുസുകളാകുന്നു. രുക്മിയുടെ ശ്രേഷ്ഠമായ വിജയം എന്ന ചാപത്തെ ഒറ്റവാക്കിൽ വർണ്ണിക്കാനാവുന്നത് ഇപ്രകാരമാകുന്നു. പാണ്ഡുപുത്രൻ അർജുനൻ്റെ ബ്രഹ്മചാപം ഗാണ്ഡീവത്തോട് കിടപിടിക്കാൻ കഴിയുന്ന ഒരു പക്ഷേ അതിനേക്കാൾ ശ്രേഷ്ഠമായ ധനുസ്സാകുന്നു ഇത്. ശേഷം കഠിന തപസ്സിലൂടെ മഹാദേവനെ ആവാഹിച്ചു രുക്മി പാശുപതവും കരസ്ഥമാക്കി. ഇത്രയുമൊക്കെ ആയപ്പോൾ മഹാലക്ഷ്മി സോദരൻ അദ്ദേഹത്തിൻ്റെ ഗർവ് പുറത്തെടുത്തു. അങ്ങനെ മതിച്ചു വാഴുന്ന കാലത്ത് രുക്മിയുടെ പ്രിയ സഹോദരിയായ ശ്രീ രുക്മിണിയെ അവിടുത്തെ പ്രിയൻ അപഹരിച്ചു. അഹങ്കാരിയായ രുക്മി ഭഗവാൻ കൃഷ്ണനോട് യുദ്ധം ചെയ്തു. തൻ്റെ സഹോദരിയുമായി അല്ലാതെ താൻ ഒരിക്കലും വിദർഭയിലേക്ക് പോകുകയില്ല എന്ന് ദൃഢനിശ്ചയത്തിൽ നിന്നു രുക്മി. കൂടാതെ ഭഗവാൻ കൃഷ്ണനെ വളരെ മോശമായി പ്രകീർത്തിക്കുകയും അങ്ങനെ സാക്ഷാൽ ഭഗവാന് മുൻപിൽ നിസ്സാരനായ രുക്മി പരാജിതനായി നിൽക്കുന്ന രുക്മിയെ വധിക്കുവാനായി ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സുദർശന ചക്രം പ്രയോഗിച്ചു. എന്തൊക്കെ ദുഷ്ടപ്രവർത്തികൾ ചെയ്താലും തൻ്റെ സഹോദരൻ്റെ മരണം കാണാൻ രുക്മിണി എന്ന സഹോദരിക്ക് കഴിയുകയുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ രുക്മിണി ദേവി തൻ്റെ പ്രാണപ്രിയനോട് അരുത് എന്ന് പറഞ്ഞ് വിലപിച്ചു. രുക്മിണിയുടെ ദുഃഖം കണ്ട ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിയെ വധിക്കാതെ മറിച്ച് ഒരു വസ്ത്രത്താൽ കൈകൾ ബന്ധിച്ചുകൊണ്ട് ശിരസിൻ്റെ പകുതി മുണ്ഡനം ചെയ്യുകയും ആകെ വിരൂപമാകും വണ്ണം രുക്മിയെ ആക്കി. അദ്ദേഹം തീർത്തും അപമാനിതനായി. കൂടാതെ ഒരു യോദ്ധാവ് ഒരു സ്ത്രീയാൽ രക്ഷിക്കപ്പെട്ടു എന്ന കീർത്തിയും. അങ്ങനെ നിന്നിരുന്ന രുക്മിയെ ശ്രീകൃഷ്ണ സോദരൻ സാക്ഷാൽ ആദിശേഷാവതാരമായ ശ്രീ ബലരാമനാൽ മോചിതനാക്കി. രുക്മി പിന്നീട് വിദർഭയിലേക്ക് പോയില്ല, മറിച്ച് പുതിയൊരു രാജ്യം നിർമ്മിച്ച് വസിച്ചു. ആ രാജ്യത്തിൻ്റെ നാമമാകുന്നു ഭോജകടം. മഹാദേവ ഭക്തനായിരുന്നു രുക്മി. അതുകൊണ്ട് തന്നെ മഹാദേവനെ തപസ്സനുഷ്ഠിച്ചു. കാലങ്ങളോളം കഴിഞ്ഞു. അഭിമാനം വീണ്ടെടുക്കുക എന്ന നിഗൂഢ ലക്ഷ്യത്തിനായി രുക്മി ഭഗവാൻ കൃഷ്ണനോട് സന്ധിയിലേർപ്പെടാൻ തുനിഞ്ഞു. അങ്ങനെ ഇരിക്കും കാലത്ത് ഇന്ദ്രപ്രസ്ഥത്തിൽ അർജുനൻ്റെ അടുത്ത് ചെന്ന് അർജുനന് യുദ്ധത്തിൽ ഭയം തോന്നുകയാണെങ്കിൽ താൻ അർജുനനെ സഹായിക്കാമെന്ന് വാഗ്ദാനം ചെയ്തു.
എന്നാൽ രുക്മിയുടെ സംസാരം അർജുനന് ഇഷ്ടമായില്ല. അദ്ദേഹം അത് തിരസ്കരിച്ചു. പിന്നീട് അവിടെ നിന്നും രുക്മി ദുര്യോധനൻ്റെ അടുത്തേക്ക് ഗമിച്ചു. എന്നാൽ ദുര്യോധനൻ അർജുനൻ്റെ ഉച്ഛിഷ്ടം ഇവിടെ ആവശ്യമില്ലെന്ന് പറഞ്ഞ് അവിടെ നിന്നും അദ്ദേഹത്തെ അപമാനിച്ചു വിട്ടു. അങ്ങനെ രുക്മി ഏവരിൽ നിന്നും അപമാനം സഹിച്ചു. അങ്ങനെ കഴിയും കാലം കലിംഗ രാജാവ് രുക്മിയെ കണ്ടുമുട്ടി. രുക്മിയുടെ അവസ്ഥ കണ്ട ബലരാമൻ്റെ ശത്രുവായ കലിംഗ നടേശൻ ബലരാമനെ ചൂത് കളിക്കാനായി ക്ഷണിക്കാൻ നിർദ്ദേശിച്ചു. എന്നാൽ ബലരാമന് ചൂതുകളി അത്ര വശമുള്ള കാര്യമായിരുന്നില്ല. അതിനാൽ തന്നെ അതിലൂടെ ബലരാമനെ അപമാനിക്കാമെന്ന് ഇരുവരും കരുതി. എന്നാൽ ക്ഷണിച്ച ഉടനെ തന്നെ ബലരാമൻ ആഗതനായി. കളി ആരംഭിച്ചു. പല ഊഴത്തിലും ബലരാമൻ പരാജിതനായി. എന്നാൽ ഉള്ളതെല്ലാ സ്വത്തും രുക്മി അവസാനം പന്തയം വെച്ചു. അങ്ങനെ കളിക്ക് മാത്രയിൽ ബലരാമൻ വിജയിച്ചു. അതിൽ കോപിഷ്ഠനായ രുക്മി ബലരാമന് നേർക്ക് കുതിച്ചു. ബലരാമനുമായി സംഘട്ടനങ്ങൾ നടന്നു. എന്നാൽ ബലരാമൻ തൻ്റെ കരങ്ങളാൽ രുക്മിയുടെ ശിരസിൽ പ്രഹരിച്ചു. ആ പ്രഹരത്തിൽ രുക്മി മരണമടഞ്ഞു. തൻ്റെ ശക്തിയിൽ അതിയായി അഹങ്കരിച്ച ഒരുവൻ ആർക്കും തന്നെ വേണ്ടാതെ ധരണിയിൽ നിന്നും പലായനം ചെയ്തു.